നമ്മൾ കേരളം ഒന്നാകെ ലഹരി വിമുക്ത നവകേരളം എന്നൊരു യജ്ഞത്തിൻ്റെ ഭാഗമായിട്ടിരിക്കുകയാണ് അല്ലേ. അപ്പം ഈ ഒരു കർമ്മ പദ്ധതിയിൽ നമ്മുടെ സർക്കാരും പൊതുജനങ്ങളും പിന്നെ പ്രിയപ്പെട്ട SKനും 24 കുടുംബവും ഒക്കെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ അനന്തപുരിയുടെ മണ്ണിലെ പ്രൗഢഗംഭീരമായിട്ടുള്ള ഈ ഒരു വിദ്യാലയ മുത്തശ്ശി കോട്ടണിൽ സ്കൂളിലെ മിടുമിടുക്കികളും ഇതാ സധൈര്യം അണിനിരക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും സർഗാത്മക ചിന്താശേഷിയുള്ള നമ്മുടെ കുട്ടികൾ, അവരുടെ മനസ്സിൽ ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പോൾ ആ സംശയങ്ങളെല്ലാം നമ്മുടെ വിശിഷ്ട അതിഥികളിലേക്ക് ചോദ്യശരങ്ങളായിട്ട് എത്തുകയാണ്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട അതിഥികളൊക്കെ തയ്യാറാണ് ഈ ചോദ്യം നേരിടാൻ എന്ന് വിശ്വസിക്കുകയാണ്. തയ്യാറല്ലേ? അപ്പം ചോദ്യം ചോദിക്കാൻ നമ്മുടെ കോട്ടണിൽ സ്കൂളിലെ മിടുക്കി കുട്ടികളും തയ്യാറാണോ? ഓക്കെ, അപ്പം ആരാണ് ആദ്യമായിട്ട് നമ്മുടെ വിശിഷ്ട അതിഥികളോട് ചോദ്യം ചോദിക്കാൻ തയ്യാറായിട്ട് എടുക്കുന്നത്? എണീച്ചു നിൽക്കാം, കൈ ഉയർത്താം. ആരാണത്? നമസ്കാരം മാം, എൻ്റെ പേര് ഉമ. ഞാനിവിടെ 10th പഠിക്കുന്നത്. വളരെ പ്രശസ്തരായിട്ടുള്ള ഏറെ ബഹുമാനപ്പെട്ട നമ്മുടെ ഡോക്ടേഴ്സൊക്കെ സംസാരിച്ചു. എൻ്റെ ചോദ്യം അവരോടാണ്. അതായത് ഇപ്പോൾ സർക്കാർ തലത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് സ്കൂളുകളിലൊക്കെ 20 ദിന കർമ്മ പദ്ധതിയൊക്കെ നടപ്പാക്കി വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് സ്കൂളുകളെ ആസ്പദമാക്കി നടക്കുന്നത്? കൂടാതെ ഇപ്പോൾ സ്കൂളിൻ്റെ പരിസരത്തും ഒക്കെ ലഹരി വിൽപ്പനയും അതിൻ്റെയൊക്കെ കൈമാറ്റവും ഒക്കെ തടയുന്നതിനായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ എത്രത്തോളം കാര്യക്ഷമമാണ്? താങ്ക് യു മോളെ. നമ്മൾ കേരള സർക്കാരിൻ്റെ ഏറ്റവും പ്രഥമ പരിഗണനയിലുള്ള ഒരു പദ്ധതിയായും ഒരു ദൗത്യമായിട്ടുമാണ് നമ്മൾ ലഹരിക്കെതിരെയുള്ള ഈ പോരാട്ടത്തിനെ എടുത്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ശ്രീകണ്ഠനും സൂചിപ്പിച്ചതുപോലെ ആദരണീയനായ മുഖ്യമന്ത്രിയുടെ തന്നെ നേതൃത്വത്തിൽ ഇതുപോലെ ഒരു ദിവസം മൊത്തം നമ്മളിരുന്ന് ചർച്ച ചെയ്ത് സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള പ്രഗത്ഭരെ വിളിച്ചു വരുത്തി അവരുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് നമ്മളിങ്ങനെയൊരു പദ്ധതി ഇപ്പോൾ രൂപം നൽകിയിരിക്കുന്നത്. പക്ഷേ ഇതൊരിക്കലും ഒരു കല്ലിൽ കൊത്തിവെച്ചിട്ടുള്ള ഒരു പദ്ധതി ആയിരിക്കില്ല ഈ 20 ദിന പരിപാടി എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും. കാരണം നമുക്ക് ഓരോ ദിവസം കഴിയും തോറും ഈ പ്രശ്നത്തിൻ്റെ വാല്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇത് എത്ര തീവ്രമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഓരോ മേഖലയിലും ഓരോ ഇടങ്ങളിലും ഓരോ പ്രായത്തിനും ഒരു പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള പരിഹാരങ്ങളായിരിക്കും നമുക്ക് ആവശ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ അതിനെ രൂപകൽപ്പന ചെയ്തുകൊണ്ട് വളരെ ഡൈനമിക് ആയിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ ഈ പ്രവൃത്തികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിന് ചുക്കാൻ പിടിക്കുന്നത് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ എക്സൈസ് വകുപ്പ് മന്ത്രിയും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരുമൊക്കെയാണ്. ഒപ്പം വിദ്യാഭ്യാസ വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും സാംസ്കാരിക വകുപ്പും എല്ലാം അതാത് മേഖലകളിൽ അതിനായിട്ടുള്ള പ്രവൃത്തി പഥങ്ങളിൽ ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നുണ്ട്. എൻ്റെ പേര് അശ്മിത നായർ. ഞാൻ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. അന്യ സംസ്ഥാന നഗരങ്ങളിൽ നിന്നാണ് വൻതോതിൽ MDMA എന്നിവ ഉള്ള അതീവ ഗുരുതര സ്വഭാവമുള്ള ലഹരികൾ കേരളത്തിലേക്ക് വരുന്നത് എന്നൊക്കെ നമുക്ക് വാർത്തകളിലൂടെ അറിയാം. എന്നാൽ ഇത്തരം ലഹരികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉറവിടങ്ങളിലേക്ക് അന്വേഷണവും നടപടികളും ഉണ്ടാവുന്നില്ല. ലഹരി മാഫിയകളെ വേരോടെ പിഴുതെറിയാനുള്ള കർമ്മ പദ്ധതികളല്ലേ ആവിഷ്കരിച്ച് നടപ്പാക്കേണ്ടത്? നമ്മൾ ഈ പറഞ്ഞ ഒരു പ്രശ്നം വളരെ യഥാർത്ഥമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. നമുക്ക് ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത് കൃത്യമായി നമ്മൾ ട്രേസ് ചെയ്ത് അവിടെ അതിനുള്ള നടപടി എടുക്കേണ്ടുന്നത് ആവശ്യം തന്നെയാണ്. ആമുഖത്തിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഡാർക്ക് വെബ് പോലുള്ള അതീവ നിഗൂഢമായിട്ടുള്ള കുറേയധികം ശൃംഖലകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അതിലൂടെയാണ് പലപ്പോഴും ഈ കൈമാറ്റം സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കണം. നമുക്ക് സാധാരണഗതിയിൽ മറ്റ് ക്രൈമുകൾ അല്ലെങ്കിൽ മറ്റു കുറ്റകൃത്യങ്ങൾ നമ്മൾ ട്രാക്ക് ചെയ്ത് നമ്മൾ അതിന് നടപടിയെടുക്കുന്നത് പോലെ ഉള്ള ഒരു രീതിയല്ല ഇത്തരത്തിൽ മയക്കുമരുന്നും അതുപോലെ തന്നെ ഡാർക്ക് വെബും സംബന്ധിച്ച ഈ പ്രക്രിയകൾ നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതിൻ്റേതായിട്ടുള്ള പരിമിതികൾ ഇപ്പോഴും ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മളിപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തെ കണക്കുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അതിന് മുൻപുള്ള വർഷത്തിനേക്കാളും ഏകദേശം ഇരട്ടിയിൽ കൂടുതൽ നമുക്ക് ഇത്തരത്തിലുള്ള കേസുകൾ പിടിക്കാനും സാധിച്ചിട്ടുണ്ട്. അതിന് വളരെ നല്ല രീതിയിലുള്ള ഒരു തടസ്സം സൃഷ്ടിക്കുവാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു മേഖല എന്ന് പറയുന്നത്, അതായത്
ഇതിനെതിരെയുള്ള നിയമ നടപടികൾ എന്നുള്ളത് ഈ പ്രശ്നപരിഹാരത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. യഥാർത്ഥത്തിൽ ഓരോ ദിവസവും പുതിയ പുതിയ രാസപദാർത്ഥങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഡ്രഗ്സിൻ്റെ ലിസ്റ്റല്ല ഇന്ന് ഉണ്ടാവുക, അതിൻ്റെ ലിസ്റ്റല്ല നാളെ ഉണ്ടാവുക. അത് മാത്രമല്ല, ഇവയൊക്കെ നമുക്ക് വെറും ഇപ്പോൾ കണ്ടാൽ പോലും കണ്ടെത്താനായിട്ട് സാധിക്കുന്ന കാര്യങ്ങളല്ല. ഇവ ടെസ്റ്റ് ചെയ്യാനും ഇവ എന്താണ് ലഹരി പദാർത്ഥം ഏതാണ് എന്ന് കണ്ടുപിടിക്കാനുമുള്ള വളരെ നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ലാബുകൾ വരെ ഇതിന് നമുക്ക് ആവശ്യമാണ്. അത് കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ ഒരു സ്ഥലത്തും യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. കാരണം നമ്മുടെ ഈ സംവിധാനങ്ങളുടെ 10 ഇരട്ടി വേഗത്തിലാണ് ഈ ലഹരി പദാർത്ഥങ്ങളുടെ നിറവും മണവും ഗുണവും സ്വഭാവവും രൂപവും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ കാലേ കൂട്ടി മുന്നോട്ട് ഓടണം എന്നുള്ളതാണ് അതിന് പറയാനുള്ളത്. Here's to the ones that we got. Cheers to the wish you were here but you're not, 'cause the drinks bring back all the memories of everything we've been through. Toast to the ones here today. Toast to the ones that we lost on the way, 'cause the drinks bring back all the memories, and the memories bring back you. ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പെടിൽ ഒരു നാളും നാം വരം കണക്കെ കിട്ടിയ ജീവിതമെറിഞ്ഞൊടുക്കുകയില്ല നാം വരം കണക്കെ